ഉത്തരാഖണ്ഡിലെ മണ്ണിടിച്ചിലിൽ കുടുങ്ങിപ്പോയവരെ രക്ഷപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഇതുവരെ 47 പേരെയാണ് ആർമിയും മറ്റ് രക്ഷാപ്രവർത്തകരും ചേർന്ന് പുറത്തെടുത്തത്. ഇനിയും 8ഓളം പേരാണ് കുടുങ്ങിക്കിടക്കുന്നത്. ഇവർക്കായി രണ്ടാം ദിനവും തീവ്രമായ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. 24 മണിക്കൂറോളമായി ഇവർ കുടുങ്ങിക്കിടക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് രക്ഷാപ്രവർത്തനത്തിന്റെ വേഗത കൂട്ടുന്നത്. രണ്ടാം ദിവസം തെരച്ചിൽ പുനരാരംഭിച്ച ഇന്ത്യൻ സൈന്യം 14 പേരെ കൂടി രക്ഷപ്പെടുത്തിയതായും ഗുരുതരാവസ്ഥയിലുള്ള 3 ഉദ്യോഗസ്ഥരെ സിവിൽ ഹെലികോപ്റ്ററുകളിൽ ജോഷിമഠിലേക്ക് കൊണ്ടുപോയതായും അറിയിച്ചു. ഇന്നത്തെ കാലാവസ്ഥയിൽ നേരിയ ആശ്വാസമുണ്ട് എന്നാണ് സൈന്യം അറിയിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ ഇനിയുള്ളവരെ കൂടി കണ്ടെത്തുവാനാണ് ശ്രമം. കാലാവസ്ഥയിലെ നേരിയ ആശ്വാസത്തോടെ പരിക്കേറ്റ 3 ഉദ്യോഗസ്ഥരെ ഇന്ത്യൻ ആർമി വാടകയ്ക്കെടുത്ത സിവിൽ ഹെലികോപ്റ്ററുകൾ വഴി വൈദ്യസഹായത്തിനായി മനയിൽ നിന്ന് ജോഷിമഠിലേക്ക് മാറ്റി. രക്ഷാപ്രവർത്തനങ്ങൾക്കായി വിവിധ ഏജൻസികളുമായി സഹകരിച്ച് ലഭ്യമായ എല്ലാ ഉപകരണങ്ങളും ജീവനക്കാരും പ്രവർത്തിക്കുന്നുണ്ട്. സൈന്യം സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ അറിയിച്ചത് ഇങ്ങനെയായിരുന്നു: കനത്ത മഞ്ഞുവീഴ്ചയ്ക്കും കൂടുതൽ ഹിമപാതങ്ങളുടെ ഭീഷണിക്കുമിടയിൽ ശേഷിക്കുന്ന തൊഴിലാളികളെ കണ്ടെത്തുന്നത് കൂടുതൽ വെല്ലുവിളിയേറിയ കാര്യമായി മാറുകയായിരുന്നു. ഇന്നലെ രാത്രിയായതിനാൽ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കുകയായിരുന്നു. ആദ്യ ദിനം അവസാനിച്ചപ്പോഴേക്കും 33 തൊഴിലാളികളെ രക്ഷപ്പെടുത്തുവാൻ തിരച്ചിൽ സംഘത്തിന് കഴിഞ്ഞിരുന്നു. ഹിമപാതമുണ്ടായ സ്ഥലത്തിന് തൊട്ടടുത്തുള്ള 7 അടിയോളം വരുന്ന മഞ്ഞാണ് ദൌത്യത്തെ കൂടുതൽ വെല്ലുവിളി നിറഞ്ഞതാക്കുന്നതെന്ന് ദുരന്ത നിവാരണ സെക്രട്ടറി വിനോദ് കുമാർ സുമൻ അറിയിച്ചു. ഇന്തോ ടിബറ്റൻ അതിർത്തിയിലെ അവസാന ഗ്രാമമായ മനയിൽ സൈനിക നീക്കം സുഗമമാക്കുന്നതിനായി മഞ്ഞ് നീക്കം ചെയ്യുന്നതിൽ ഏർപ്പെട്ടിരുന്ന 55 തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത്. ശേഷിക്കുന്ന 3 കണ്ടെയ്നറുകളിൽ കുടുങ്ങിക്കിടക്കുന്ന തൊഴിലാളികളെ കണ്ടെത്തി രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയ വക്താവ് ലഫ്റ്റനന്റ് കേണൽ സുനിൽ ബഡ്വാൾ പറയുകയും ചെയ്തു. ബദ്രിനാഥിലെ മന ഗ്രാമത്തിന് സമീപമുള്ള ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ക്യാമ്പിലാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. അതിനിടെ ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രി ധാമിയുമായി സംസാരിക്കുകയും ചെയ്തു. ഇനിയുള്ള തൊഴിലാളികളെ വിജയകരമായി രക്ഷിക്കുക എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രാഥമിക ലക്ഷ്യമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. ബീഹാർ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ജമ്മു കശ്മീർ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് കുടുങ്ങിയ തൊഴിലാളികളിൽ കൂടുതലും.